ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയ നൈർമല്യത്തോടെ ആയിരിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് സമാധാനവും സന്തോഷവും തരാനാണ് ദൈവപുത്രനായ ഈശോ ഭൂജാതനായത്. നമ്മുടെ ജീവിതത്തിന് സുരക്ഷിതത്വം നൽകാൻ, നാം ദൈവമക്കളായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ ഈശോ നമ്മെ തേടിയെത്തിയത്. അവിടുത്തെ അനന്തമായ സ്നേഹമാണ് നമ്മെ തേടി നമ്മുടെ പാപാവസ്ഥയിൽ നിന്നും നമ്മെ മോചിപ്പിക്കാനായി അവിടുന്ന് നമുക്ക് വേണ്ടി കുരിശുമരണം വരിച്ച് നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് അയച്ച് നമ്മെ സഹായിക്കാനും നമ്മുടെ കൂടെ ആയിരിക്കുവാനും ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നു. അതിനാൽ ഈ രാത്രിയിൽ നാം ഒറ്റയ്ക്കല്ല. ദൈവപുത്രനായ ഈശോ നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ എല്ലാ സഹനങ്ങളിലും, എല്ലാ ഒറ്റപ്പെടലിലും, കുറ്റപ്പെടുത്തലുകളിലും നാം ഒറ്റയ്ക്കല്ല. നമ്മെ സ്നേഹിക്കുന്ന ദൈവപുത്രനായ ഈശോ നമ്മുടെ കൈപിടിച്ച് നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് നമ്മെ ഒറ്റപ്പെടുത്തത്തില്ല. അവിടുന്ന് നമ്മെ സഹായിക്കും. ഈ രാത്രിയിൽ വിശ്വാസത്തോടെ നമ്മുടെ ആഗ്രഹങ്ങളെയെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 139 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ, അത് അവിടുന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ്. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടിയൊളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുമുണ്ട്. ഞാൻ പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലത്ത് കൈ എന്നെ പിടിച്ചു നടത്തും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ഹൃദയഭാരങ്ങളും, ശരീരത്തിൻ്റെ വേദനകളും, മനസ്സിൻ്റെ അസ്വസ്ഥതകളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ താഴ്മയോടെ അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കുന്നു. ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുവാൻ കൈകൾ ഉയർത്തണമേ. കർത്താവെ, അങ്ങയുടെ ശക്തമായ കരത്തിൻ കീഴിൽ ഞങ്ങൾ താഴ്മയോടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, ഇന്നുവരെ ഞങ്ങൾ ആശ്രയിച്ച കാര്യങ്ങളെല്ലാം ദൈവത്തെ കൂടാതെ ഞങ്ങൾ ആരെയൊക്കെ ആശ്രയിച്ചോ, ഞങ്ങൾ എന്തിനെയൊക്കെ ആശ്രയിച്ചോ, അതെല്ലാം ഇന്ന് ഞങ്ങൾക്ക് ദുഃഖം നൽകുന്നു, ഞങ്ങൾക്ക് ഭയം ജനിപ്പിക്കുന്നു. ദൈവമേ, ഈ രാത്രിയിൽ എല്ലാം മറന്ന് ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്നതിന് എനിക്ക് കൃപ തരണമേ. എൻ്റെ കർത്താവിൽ മാത്രമാണ് ഞാൻ ശരണപ്പെടുന്നത്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിക്കാൻ എൻ്റെ കർത്താവായ യേശു മാത്രമേ ഉള്ളൂ. കർത്താവെ, അവിടുന്ന് എന്നോട് കൂടെയുണ്ട് എന്ന അറിവ് എനിക്ക് വിസ്മയമായിരിക്കുന്നു. കർത്താവായ ദൈവമേ, എൻ്റെ വിചാരങ്ങൾ ദൂരെ നിന്നേ അവിടുന്ന് മനസ്സിലാക്കുന്നുവല്ലോ. എൻ്റെ ഹൃദയം അവിടുന്ന് പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. കർത്താവെ, ഞാൻ എഴുന്നേൽക്കുന്നതും ഞാൻ കിടക്കുന്നതും എൻ്റെ എല്ലാ വികാര വിചാരങ്ങളും മനസ്സിലാക്കുന്ന ദൈവമേ, എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ നന്നായി അറിയാവുന്ന എൻ്റെ ദൈവമേ, എന്നെക്കുറിച്ച് പൂർണ്ണമായി അറിയാവുന്ന കർത്താവെ, അങ്ങ് മാത്രമാണ് എൻ്റെ ആശ്രയം. കർത്താവെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിലും
എത്രയോ അധികം നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. ദൈവം എനിക്ക് സ്വന്തമായി ഉണ്ട് എങ്കിൽ എൻ്റെ ജീവിതത്തിന് പൂർണ്ണമായും അർത്ഥമുണ്ടായി. എൻ്റെ കർത്താവാണ് എൻ്റെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. എൻ്റെ കർത്താവാണ് എൻ്റെ ജീവിതത്തിൽ മഹത്വം നൽകുന്നത്. ഈ ലോകത്തിലുള്ളതെല്ലാം, നാം കാണുന്നതെല്ലാം കടന്നു പോകും. നമുക്ക് ആശ്രയിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവവചനം മാത്രമേ ഉള്ളൂ. നമ്മുടെ സഹായത്തിന് ഓടിയെത്തുന്നത് കർത്താവാണ്. നമ്മിലേക്ക് സഹായിക്കാൻ ജനങ്ങളെ അയക്കുന്നത് ദൈവമാണ്. ജനങ്ങളെ അയക്കാതിരിക്കുന്നതും ദൈവമാണ്. എന്തെന്നാൽ നാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മുടെ മുൻപിലും പിൻപിലും നമുക്ക് കാവൽ നിൽക്കുന്നു. അത്രയധികം ദൈവം നമ്മെ സഹായിക്കുമ്പോൾ, നമ്മെ സ്നേഹിക്കുമ്പോൾ നാം എന്തിനാണ് മറ്റുള്ളവരിൽ നിന്ന് സഹായം കിട്ടിയില്ല എങ്കിൽ, മറ്റുള്ളവരുടെ സഹകരണം ഇല്ല എങ്കിൽ നാം എന്തിന് അസ്വസ്ഥപ്പെടുന്നു? നമ്മെ സഹായിക്കാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പൂർണ്ണ വിശ്വാസം നമുക്ക് ഹൃദയത്തിൽ ജനിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഏതവസ്ഥയിലും ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക് കർത്താവ് തുണയാണ്. നാം പകുതി മനുഷ്യരിലും പകുതി ദൈവത്തിലും ആശ്രയം വെക്കുന്ന സ്വഭാവം അത് കർത്താവിന് ഇഷ്ടമല്ല. നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായ സ്ഥാനം ദൈവത്തിന് നൽകുക, ഒന്നാം സ്ഥാനം ദൈവത്തിന് നൽകുക. അങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, നാം ഇന്നുവരെ ജീവിച്ചതിലും ഒരല്പം വ്യത്യാസമായിട്ട് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിച്ചു നോക്കാം. കാണപ്പെടുന്നതിനല്ല കൂടുതൽ വിശ്വാസം വേണ്ടത്, കാണപ്പെടാത്തത് സ്വന്തമാക്കുക എന്നതിലാണ് വിശ്വാസം. ദൈവം അരൂപിയാണ്. ആ ദൈവം സ്വാതന്ത്ര്യത്തിന്റെ ഉടയവനാണ്. അരൂപിയായ ദൈവത്തെ സ്വന്തമാക്കുക, അതാണ് നമ്മുടെ വിശ്വാസം. അതിനാൽ ഇന്ന് ഈ ജീവിതത്തിൽ നമുക്ക് നഷ്ടമായതെല്ലാം ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ട, നമ്മെ പിരിഞ്ഞുപോയവരെ ഓർത്ത് ദുഃഖിക്കേണ്ട. എന്തെന്നാൽ ഒരു നാളും നമ്മെ പിരിയാത്ത, നമുക്കെല്ലാം ലാഭമാക്കി തരുന്ന ഒരു ദൈവം, നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവിടുത്തെ സന്നിധി വിട്ട് എങ്ങോട്ടും നമുക്ക് പോകാൻ സാധിക്കുകയില്ല. ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ നമുക്ക് എങ്ങനെ സാധിക്കും? കർത്താവ് നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു, അത്രമാത്രം നമ്മെ കരുതുന്നു. കർത്താവെ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ അവിടുന്ന് കണ്ട് ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും സമാധാനവും നൽകി, ഒരാശ്വാസം നൽകി, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ബോധ്യം നൽകി. കർത്താവെ, ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി ദൈവം എന്നെ സഹായിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ രാത്രി മുഴുവനും ദൈവസന്നിധിയിൽ യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. നമുക്ക് അവിശ്വസനീയമായ വിധം കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടും. അതിനാൽ ഈ രാത്രിയിൽ ദൈവത്തിന്റെ അനന്ത സ്നേഹം രുചിച്ചറിയാൻ മാത്രം ആഗ്രഹിക്കുക. ദൈവത്തെ മനസ്സിലാക്കുവാനും അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനും മാത്രം ഈ രാത്രിയിൽ നിങ്ങൾ ശ്രമിക്കുക. ബാക്കിയെല്ലാം ദൈവം അതിനോടുകൂടെ കൂട്ടിച്ചേർക്കും. അതിനാൽ ഈ രാത്രിയിൽ നിങ്ങൾ വിഷമിക്കേണ്ട, സങ്കടപ്പെടേണ്ട. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന കർത്താവ്, നിങ്ങളെ കരുതുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നു. ഈ രാത്രിയിൽ എല്ലാം മറന്ന് ദൈവത്തിന് ഒരവസരം കൂടെ കൊടുക്കുക. വിശ്വസിക്കുക, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. കർത്താവായ യേശു ക്രിസ്തു, ദൈവപുത്രനായ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനുള്ള ഹൃദയം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സമാധാനത്തോടെ ഈ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. എല്ലാ വേദനയും മറന്നുറങ്ങുവാൻ, എല്ലാ അസ്വസ്ഥതകളും ശരീരവേദനകളും മറന്നുറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിത ലക്ഷ്യം ഇനി ഒന്നു മാത്രം,
എൻ്റെ ദൈവത്തെ എനിക്ക് തിരിച്ചറിയണം, എൻ്റെ ദൈവത്തെ എനിക്ക് സ്നേഹിക്കണം. എല്ലാറ്റിനും ഉപരിയായി എൻ്റെ ദൈവത്തെ എനിക്ക് സ്നേഹിക്കണം. എന്നെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ, എൻ്റെ കൂടെയിരിക്കുന്ന, എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ് സ്വന്തം രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങിയ എൻ്റെ കർത്താവായ യേശുവിനെ എനിക്ക് സ്വന്തമാക്കണം. എനിക്ക് അവനെ സ്നേഹിക്കണം. ഈ ഒരു ലക്ഷ്യമായിരിക്കട്ടെ ഈ രാത്രിയിൽ നിങ്ങൾക്ക്. ബാക്കിയെല്ലാം അതിനോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും. നിങ്ങൾ മറ്റൊന്നിലും ഇപ്പോൾ ആകുലപ്പെടേണ്ട. നിങ്ങളുടെ ജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ജീവൻ തന്ന ദൈവത്തെ നമുക്ക് ഈ രാത്രിയിൽ നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായും നാളത്തെ പ്രഭാതത്തിൽ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കും. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഒന്നുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ഇടപെട്ട് അവിടുത്തെ അത്ഭുത കരങ്ങളാൽ ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും നൽകി ഞങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിനായി അവിടുന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് സ്വസ്ഥമായി അങ്ങ് പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഉറക്കം തരണമേ. ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിന്റെ മാലാഖമാരെ, ഈ രാത്രിയിൽ വേദനകളെല്ലാം മറന്ന് ദൈവം, എന്നെ സ്നേഹിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്, ആ തിരിച്ചറിവിനു വേണ്ടി ഈ രാത്രിയിൽ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന നൽകണമേ. ഒപ്പം ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി അമ്മേ മാതാവേ, അമ്മയുടെ നീല മേലങ്കി ഞങ്ങളുടെ മേൽ പുതയ്ക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതുപോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാം മറന്ന്, വേദനകളെല്ലാം മറന്ന് ഉറങ്ങുവാൻ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. അതിരാവിലെ നമ്മെ എഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാൽ നമ്മെ നിറയ്ക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ.